ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇനി സിനിമകൾ ചെയ്യാൻ പോകുന്ന ഫിലിം മേക്കേഴ്സ് സത്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അത് സിനിമ എന്നത് ഒരു കലാസൃഷ്ടിയാണ്. അതിലേക്ക് ഈ കച്ചവടം കയറി വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇവർ പലർക്ക് അടിമകളായി പല തീവ്രവാദ ഫണ്ടുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യക്കെതിരെയും ഇന്ത്യയിലുള്ള പ്രധാനമന്ത്രിക്കെതിരെയും ഇന്ത്യയിലുള്ള ഹോം മിനിസ്റ്റർക്കെതിരെയും ഇവർക്കൊരു പടം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നണിയിൽ ആരാണ്? അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിവിടുത്തെ NIA പോലുള്ള ഏജൻസികൾ അത് കണ്ടുപിടിച്ച് അവർക്ക് തക്കതായ ശിക്ഷ കൊടുത്ത് ഇതേപോലെ ഇനി ആരും ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷമായിട്ട് നല്ലൊരു ഭരണം കാഴ്ചവെച്ചിരിക്കുകയാണ്. ആ ഭരണത്തിന് വേറൊരു കുറ്റവും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കുറ്റങ്ങൾ ആരോപിച്ചു കൊണ്ടുവന്ന് ജനങ്ങളുടെ മനസ്സിൽ വിഷം തുപ്പുന്ന, ജനങ്ങളുടെ മനസ്സിൽ തീവ്രവാദം തുപ്പുന്ന ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കുന്നത് നിരോധിക്കണം. അതുപോലെ ഇനി ഈ എമ്പുരാൻ ഇവർ 3ാമത്തെ ഭാഗം എടുക്കുന്ന പറയണേ. ഈ എമ്പുരാൻ്റെ 3ാമത്തെ ഭാഗം ഇവർ എടുക്കുന്നു എന്നറിഞ്ഞാൽ അന്ന് മുതൽ ഇന്ത്യയിലുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ എല്ലാ പ്രവർത്തകരും അതിൻ്റെ നിർമ്മാണം തടയും. അത് തിയേറ്ററിൽ കളിക്കാൻ ഞങ്ങൾ യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല. ഇവിടെ തീവ്രവാദ സിനിമകൾക്ക് പകരം നല്ല കലാസൃഷ്ടികൾ, നല്ല നടന്മാരുള്ള ഒരു ദേശമാണ് നമ്മുടെ കേരളം. ലെജൻസ് ആയിട്ടുള്ള എത്രയോ നടന്മാരുണ്ട്. അവരെ നല്ല രീതിയിൽ ഉപയോഗിച്ച് നല്ല സിനിമകളെടുത്ത് നല്ല കലാസൃഷ്ടികൾക്ക് ഞങ്ങൾ എന്നും സപ്പോർട്ടായിരിക്കും. അല്ലാതെ ഇങ്ങനെ യുവ മനസ്സുകളെ വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ യുവ മനസ്സുകളെ നശിപ്പിക്കുന്നതുമായ ഒരുവിധ സിനിമകൾക്കും ഞങ്ങൾ അനുവദിക്കുന്നതല്ല. ഞങ്ങൾ നിരന്തരം പോരാട്ടം ചെയ്തുകൊണ്ടേയിരിക്കും.